ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ടല്ലേ. സോ ഇന്നത്തെ വീഡിയോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളായിരുന്നു കേട്ടോ. നോർമലി എനിക്ക് സാറ്റർഡേ ഓഫ് ആയിരിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓഫ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് ഡേ പോലാണ് ഇപ്പോൾ ഡ്യൂട്ടി എടുക്കുന്നത് സാറ്റർഡേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിയാറായപ്പോൾ ഇക്കവും കൂടി വന്നിട്ടുണ്ട് എന്നെ കൂട്ടാനായിട്ട്. ഇക്കുവിന് ഇന്ന് ഓഫാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറേ ഡിലേ ആവുന്നുണ്ടല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ ലേറ്റ് ആവുന്നത് കേട്ടോ. ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട്. വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് എന്താണൊക്കെ ഞാൻ ഇൻഷാ അല്ലാ ഒരു ദിവസം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഞാൻ വന്നതുകൊണ്ട് തന്നെ ഫുഡൊന്നും അങ്ങനെ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ പുറത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഫുഡ് പുറത്തുനിന്ന് ആക്കത്തുള്ളായിരുന്നു. ഇപ്പം സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ പുറത്തുനിന്ന് തന്നെ അങ്ങ് ആക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഫുഡൊക്കെ കഴിച്ചു. നല്ല മട്ടൻ ബിരിയാണിയൊക്കെയാണ് കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നു. പിന്നെ ഈവനിങ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നില്ല എങ്കിലും സത്യം പറഞ്ഞാൽ ഫാർമസിയിൽ ഒരു 2-3 പേര് എന്നോട് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇട്ടാറുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ വന്ന് യൂട്യൂബ് വീഡിയോ ഇട്ട് കണ്ട് അങ്ങനെ എനിക്ക് പരിചയപ്പെടുന്നത് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിങ്ങനെ മിണ്ടുമ്പോൾ ഞാൻ ഓർക്കും ഇന്ന് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റാതായിപ്പോന്നെ. പിന്നെ ഞാനെന്തുണ്ട്, ഞങ്ങൾ അവിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ആഴ്ചകൾ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കേരള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനിവിടെ പോയപ്പോഴും ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് കേട്ടോ, ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് കാന്താരി മുളകിന് 850 ദിർഹംസാണ് കേട്ടോ. അത് ഞാൻ വാങ്ങാറില്ല ഇവിടെ നിന്നൊന്നും. ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാറാണ് സാധാരണ. ഇപ്പോൾ കുറേ നാളായി അതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ. പിന്നെ അതുകൊണ്ട് എനിക്ക് കുറച്ച് ചക്ക ചിപ്സ് കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്കും ചക്കയൊക്കെ ഇങ്ങനെ ആയി തുടങ്ങുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ ചക്ക ചിപ്സ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. എന്തായാലും അത് ഞാൻ ചിലപ്പോൾ ഒക്കെ വാങ്ങുന്ന കൊള്ളില്ലായിരുന്നു, പക്ഷേ ഇവിടുന്ന് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയ ഉടനെ അത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ തോന്നിയ കാര്യം, ഇവിടെ ഫുൾ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഹെർബലായിട്ടുള്ള പൗഡേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ പല പൗഡേഴ്സും നമ്മൾ പലയിടത്തും തപ്പിയിട്ട് കിട്ടാത്തതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആരെങ്കിലും തപ്പുന്നേ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്തോളം കാണിച്ചു തരാനായിട്ട് വീഡിയോ എടുത്തത്. നമ്മുടെ സ്കിൻ കെയർ ആയാലും ഹെയർ കെയറിനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് ബില്ലടിക്കുകയാണ്. ഒരുവിധം പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഒരുപാടൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2 പുളിമുട്ടയൊക്കെ വാങ്ങി ഞങ്ങൾ ഇതുകൊണ്ട് പിന്നെ റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഈ ഒരു കട കാണുമ്പോൾ എനിക്ക് ഈ ഉത്സവത്തിനൊക്കെ ഉള്ള ആ ഒരു കടകളില്ലേ, അതേപോലെ തോന്നും കേട്ടോ അതിൽ കൂടി പോകുമ്പോൾ. അപ്പോൾ നമ്മളിന്ന് ഗ്രാൻഡിലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തൊരു സൂപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൂപ്പാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. ചപ്പാത്തിയും ബീഫ് കറിയുമാണ് വാങ്ങിയത് കേട്ടോ. സൂപ്പ് നല്ല സൂപ്പറായിരുന്നു. ഒരു മഷ്റൂം ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചിക്കു ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫും എന്നോട് ചോദിച്ചു കേട്ടോ, വീഡിയോ യൂട്യൂബിലുണ്ടോ. അത് ആളെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫാർമസി ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നൊരു അലോവേറ ജെല്ല് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിവ്യൂ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ആളും ഇങ്ങനെ പറഞ്ഞു വീഡിയോ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട് എന്നൊക്കെ വന്ന് എന്നെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ ആ ഒരു സൂപ്പിൻ്റെ കൂടെ ഒരു സെർവ് ചെയ്തതാണ് ആ കാന്താരി മുളക് ഇട്ട് ആ ഒരു സംഭവം കേട്ടോ. അതിനാണെങ്കിൽ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല, പക്ഷേ സൂപ്പ് നല്ല സൂപ്പറായിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സൂപ്പ് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഞാൻ ഫാർമസിയിൽ പോയിട്ട് നൈറ്റിൽ ഞാൻ ഈ ഒരു സൂപ്പ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ സൂപ്പൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു. സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ വയറ് നിറഞ്ഞു, പിന്നെ എനിക്കൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചെന്തോ ചപ്പാത്തി എന്തോ കഴിച്ചു, അത് കഴിഞ്ഞ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ബാക്കി പാഴ്സൽ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ചില സമയമൊക്കെ ഭയങ്കര മടിയാണൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് തോന്നാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം, എല്ലാം ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പോലും ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ മടി എന്നല്ല, ഒരു ക്ഷീണവും അങ്ങനെയൊക്കെ ഫുൾ ഉറങ്ങണം അങ്ങനത്തെയൊക്കെ ചിന്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം ശരിയാവുമായിരിക്കും, കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.